ഏതൊരു യുവനടിയുടെയും സ്വപ്നം ആയിരിക്കും മമ്മൂട്ടിയെ പോലൊരു പ്രതിഭാധനനായ നടന്റെ ഒപ്പം സ്ക്രീൻ പങ്കിടുക എന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിച്ച യുവനടിയാണ് ഈ തലമുറയിലെ അഭിനയത്തിന്റെ മുഖശ്രീയായ ശ്രുതി രാമചന്ദ്രൻ. ശ്രുതി ഇതിനു മുൻപ് അഭിനയിച്ച പടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും: ശ്രുതി ഒരു മികച്ച അഭിനേത്രിയാണെന്ന്. എത്ര ലയിച്ചാണ് അവർ അഭിനയിക്കുന്നത്. അവരുടെ കണ്ണുകൾ ശ്രുതിയുടെ ഒരു മികച്ച ടൂൾ തന്നെയാണ്. ശ്രുതിയുടെ അഭിനയം തന്നെയാണ് കളങ്കാവലിൽ ശ്രുതിയെ കാസ്റ്റ് ചെയ്യാനുണ്ടായ ഏക കാരണവും. ഒരുപക്ഷെ കളങ്കാവലി എന്ന ഈ കുറ്റാന്വേഷണ സിനിമയിൽ ഏറ്റവും മനോഹരമായ പ്രണയാർദ്ര നിമിഷങ്ങളാണ് മമ്മൂട്ടിയുടെയും ശ്രുതിയുടെയും ആ ബെഡ്റൂം സീൻ. ഒരു ശാരീരിക വീഴ്ചയുടെ ആലസ്യത്തിൽ അവർ ഇരുവരും സംസാരിക്കുന്നതും അവരുടെ കണ്ണുകളിലെ പ്രണയഭാവങ്ങൾ എത്ര മനോഹരമായാണ് അവർ ഇരുവരും സ്ക്രീനിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. മാർവലസ് എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങാത്ത പ്രകടനം, മമ്മൂട്ടിയുടെ കണ്ണിൽ കാലൻ മിന്നിമറയുന്ന ഭാവം, അദ്ദേഹം അഭിനയത്തിന്റെ ക്ലാസിക് തലം നമുക്ക് അനുഭവവേദ്യമാക്കി തന്നിരിക്കുന്നു. ഹോ, ഒന്നും പറയാനില്ല. ആ രംഗം കാണാതെ എത്ര വാചാലമായിട്ടും കാര്യമില്ല. മമ്മൂട്ടിക്കൊപ്പം കളങ്കാവലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെല്ലാറ്റിനും ഉത്തരവും അതിലേറെ ചോദ്യങ്ങളും എന്നോട് ചോദിച്ചു. ശ്രുതി പറഞ്ഞു തുടങ്ങി. ഒരു സൂപ്പർ താരത്തിനൊപ്പം അഭിനയിക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ മഹത്തരമായിരുന്നു സംഭവിച്ച കാര്യങ്ങൾ. പ്രഭാഷണങ്ങളോ അഭിപ്രായങ്ങളോ അല്ല അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ കൗതുകത്തോടെ ലളിതമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചു. നിങ്ങൾ, അതായത് നിങ്ങളുടെ തലമുറ ഇപ്പോൾ എന്താണ് കാണുന്നത്, എന്താണ് എഴുതുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഈ 74-ാം വയസ്സിലും പുതുതലമുറയുടെ വികാരങ്ങളും വിചാരങ്ങളും അദ്ദേഹം ചോദിച്ചറിയുന്നത് കൗതുകകരവും ജിജ്ഞാസാഭരിതവുമായിരുന്നു. ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടും ഈ സിനിമയിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെയധികം ആവേശത്തോടെ ഒരു പുതുമുഖ നടനെ പോലെ അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിനൊപ്പം ഇരിക്കുമ്പോൾ നിലനിൽക്കാനാകുന്ന ഒരേ ഒരു വഴി ജിജ്ഞാസയാണെന്ന് ഞാൻ മനസ്സിലാക്കി. വളരാനും എന്നും ചെറുപ്പമായിരിക്കുവാനും അദ്ദേഹത്തിൽ നിന്നും ഏറെ പഠിക്കുവാനും സാധിച്ചു. എന്നെ കളങ്കാവലിന്റെ ഭാഗമാക്കിയതിന് നന്ദി ശ്രുതി രാമചന്ദ്രനെ പറഞ്ഞു നിർത്തി. സിനിമ കഴിഞ്ഞാൽ എഴുന്നേൽക്കരുത്. ക്രെഡിറ്റ് കാർഡുകൾ റൺ ചെയ്തു തുടങ്ങിയാൽ 4-5 സെക്കൻഡ് നേരം അതീവ ശ്രദ്ധയോടെ നോക്കുക. ആദ്യം വരുന്നത് വിനായകന്റെ പേരാണ്. കാരണം ഈ പടത്തിൽ വിനായകനാണ് നായകൻ. മമ്മൂട്ടിയുടെ പേര് വരുന്നത് രണ്ടാമതായാണ്. കാരണം 2 അടി പുറകിലാണെങ്കിലും താൻ മുന്നിലാണെന്ന ഒരു നടന്റെ നെഞ്ചുറപ്പാണത്. മമ്മൂട്ടി എന്ന നടൻ നേടിയ ചങ്കുറപ്പിന്റെ രേഖയാണ് ഈ ഒരു സംഭവം. സിനിമയിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഇത് എന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം. ഒരു ഗ്രേറ്റ് സല്യൂട്ടോടെ വിട പറയുന്നു.